ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. വിനോദസഞ്ചാരത്തിൻ്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ മദ്യനയത്തിൽ വെള്ളം ചേർക്കുന്നത്. ഇതു സംബന്ധിച്ച് എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയതായി അറിവില്ല. മദ്യപാനം നിയന്ത്രിച്ചാൽ വിദേശ വിനോദസഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്ക് വരില്ല എന്നൊരു ധാരണ തൽപര കക്ഷികൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. വിദേശങ്ങളിൽ ലഭിക്കുന്നത് പോലെയുള്ള മുന്തിയതരം മദ്യങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭിക്കാറില്ല. വലിയ വിലയ്ക്കാണ് നമ്മുടെ നാട്ടിൽ മദ്യം വിൽക്കുന്നത്. ഉയർന്ന വില നൽകി വെള്ളമടിക്കാനായി വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിൽ വരും എന്നത് ഒരു മിഥ്യാസങ്കല്പമാണ്. ആൽക്കഹോൾ വല്ലപ്പോഴും ഉപയോഗിക്കുമെങ്കിലും ബിയറാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ആഹാരത്തോടൊപ്പം വിദേശികൾ കഴിക്കുന്നത്. ടൂറിസമാണ് ലക്ഷ്യമെങ്കിൽ ബിയറിനെ ആൽക്കഹോളിൻ്റെ പട്ടികയിൽ നിന്നും മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഡ്രൈ ഡേ ഇല്ലാതാകുന്നതോടെ മദ്യവിൽപ്പന നടത്തുന്ന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിക്കും. ഇതുവഴി മദ്യപാനവും സർക്കാരിൻ്റെ വരുമാനവും വർദ്ധിക്കും. ഇവിടെ പ്രോത്സാഹനം ടൂറിസത്തിനല്ല, മദ്യപാനത്തിനാണ്. നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് ദീർഘകാലം വിദേശത്തായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇദ്ദേഹം പാകിസ്ഥാനിൽ മടങ്ങിയെത്തിയത്. ഇദ്ദേഹം നയിക്കുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ സ്ഥാനം അദ്ദേഹത്തിൻ്റെ അനുജനാണ് ലഭിച്ചത്. ചൊവ്വാഴ്ച നവാസ് ഷെരീഫ് പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അധികാരം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗം വലിയ വാർത്താ പ്രാധാന്യം നേടി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി താൻ ഒപ്പിട്ട 1991 അലഹബാദ് കരാർ ലംഘിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ സന്ദർശിക്കുകയും ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന് അടൽ ബിഹാരി വാജ്പേയി സമ്മതിച്ചിരുന്നതാണ് എന്നും നവാസ് ഷെരീഫ് വ്യക്തമാക്കി. കരാറിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ അയച്ച പാകിസ്ഥാൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നും നവാസ് ഷെരീഫ് സമ്മതിച്ചു. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിനുള്ള അംഗീകാരമാണ്. ചൈന അറബ് കോർപ്പറേഷൻ ഫോറത്തിൻ്റെ 10ാമത് സമ്മേളനം ബീജിങ്ങിൽ നടന്നു. 22 അറബ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഗാസയിൽ നടക്കുന്ന യുദ്ധമായിരുന്നു പ്രധാന വിഷയം. അറബ് രാഷ്ട്രങ്ങളുടെ പക്ഷം പിടിച്ചായിരുന്നു ഷീ ജിൻപിങ്ങിൻ്റെ പ്രഭാഷണം. യുദ്ധം മൂലം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. തന്നെയുമല്ല, യുദ്ധാനന്തരം നടക്കുന്ന ഗാസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് $15 ബില്യൺ വാഗ്ദാനം ചെയ്തു. നേരത്തെ തന്നെ പാലസ്തീനെ ചൈന അംഗീകരിച്ചിട്ടുണ്ട്. വിഘടിച്ചു നിൽക്കുന്ന പാലസ്തീൻ വിഭാഗങ്ങളായ ഫാത്തായെയും ഹമാസിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചൈന യോഗം നടത്തിയത് ഏപ്രിലാണ്. ഇതൊക്കെ ചൈനയുടെ താൽപ്പര്യങ്ങളെ സൂചിപ്പിക്കുന്ന വസ്തുതകളാണ്. അമേരിക്കയുടെ പിന്തുണയാണ് ഈ യുദ്ധം തുടരാൻ ഇസ്രയേലിന് കരുത്തു പകരുന്നത്. എന്നാൽ അറബ് രാഷ്ട്രങ്ങളെ ഒപ്പം നിർത്തി അമേരിക്കയെ നേരിടാനാണ് ചൈന ശ്രമിക്കുന്നത്.
തെക്ക് വടക്ക് കൊറിയകൾ ചേർന്ന കൊറിയ ഒരു കാലത്ത് ഒരു രാജ്യമായിരുന്നു. ഇന്ന് 2 സ്വതന്ത്ര രാജ്യങ്ങളാണ്. ഉത്തര കൊറിയ ചൈനയോടൊപ്പവും ദക്ഷിണ കൊറിയ അമേരിക്കയോടൊപ്പവുമാണ്. ഈ അടുത്ത കാലം വരെ ഈ 2 രാജ്യങ്ങളുടെയും ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. എന്നാൽ ഐക്യവുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റികളും ഈ അടുത്ത കാലത്ത് ഉത്തര കൊറിയ പിരിച്ചുവിട്ടു. വലിയ ശത്രുക്കളെ പോലെയാണ് ഇപ്പോൾ ഇവർ പെരുമാറുന്നത്. മാലിന്യം നിറച്ച 100 കണക്കിന് ബലൂണുകൾ തങ്ങളുടെ പൊതുനിരത്തുകളിലും റെയിൽ പാളങ്ങളിലും പതിച്ചതോടെയാണ് ദക്ഷിണ കൊറിയ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. നേരത്തെ ലഘുലേഖകളും പലതരത്തിലുള്ള സിനിമകളുടെ വീഡിയോകളും ഡ്രോൺ ഉപയോഗിച്ച് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയിൽ വിതരണം ചെയ്തിരുന്നു. ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോഴത്തെ മാലിന്യ വിതരണം. ബലൂണുകളെ ഇത്രയും നീചമായ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. മാലിന്യ വിതരണം എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ നടക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടു. ഇസ്രായേലി സൈന്യം റാഫയിൽ പ്രവേശിക്കുന്നതും കോടതി വിലക്കി. വിദേശത്തു നിന്ന് ഭക്ഷണ സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങൾ തടയാൻ പാടില്ല എന്നും കോടതി ആവശ്യപ്പെട്ടു. 13 ന്യായാധിപന്മാരിൽ ഉഗാണ്ടയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ മാത്രമാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും സ്വാഗതം ചെയ്യുന്നതാണ് ഈ കോടതി വിധി. ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ കഴിഞ്ഞ മാർച്ചിലാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണം എന്ന് നീതിന്യായ കോടതി ആവശ്യപ്പെട്ടത്. എന്നാൽ തങ്ങൾ ഈ കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ അല്ല എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഇപ്പോഴത്തെ വിധിയെ ധാർമ്മിക ദുരന്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിധി ഉടൻ നടപ്പിലാക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ലോകം ആവശ്യപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഈ വിധി എന്നാണ് പാലസ്തീൻ അതോറിറ്റി പ്രതികരിച്ചത്. എന്നാൽ ഈ വിധി നടപ്പിലാക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. പ്രസിഡന്റിൻ്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നതും നിയമനിർമ്മാണ സഭയ്ക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതുമായ ഒരു ബില്ല് തായ്വാനിലെ പാർലമെൻറ്റ് ചൊവ്വാഴ്ച പാസാക്കി. ചൈനയെ പിന്തുണയ്ക്കുന്ന നാഷണലിസ്റ്റ് പാർട്ടിക്ക് പാർലമെൻറ്റിൽ നേരിയ ഭൂരിപക്ഷമുണ്ട്. പുതുതായി അധികാരമേറ്റെടുത്ത പ്രസിഡന്റ് അമേരിക്കയുടെ പക്ഷത്താണ്. ഇദ്ദേഹം അധികാരമേറ്റെടുത്തതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ തായ്വാനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് പ്രസിഡന്റിന് ഭരണഘടന നൽകുന്ന അധികാരങ്ങളിൽ കുറവ് വരുത്താൻ പ്രതിപക്ഷം ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ പ്രസിഡന്റിന് ഇത് വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് നിയമമാകും എന്ന് തോന്നുന്നില്ല. എന്നാൽ ചൈനയെ അനുകൂലിക്കുന്ന പ്രതിപക്ഷം ഒരു ഭാഗത്തും അമേരിക്കയെ അനുകൂലിക്കുന്ന ഭരണകക്ഷി എതിർഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ചൈനയും അമേരിക്കയും തമ്മിൽ ഒത്തുതീർപ്പിൽ എത്താതെ തായ്വാൻ വിഷയം പരിഹരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതുപോലെ സ്പെയിനും അയർലൻഡും നോർവേയും പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. ഇതോടൊപ്പം തന്നെ യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറാകാൻ ഈ രാജ്യങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ തീവ്രവാദികൾക്കുള്ള പ്രതിഫലം എന്നാണ് ഈ പ്രഖ്യാപനത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. തന്നെയുമല്ല, യുദ്ധം
പൂർവാധികം ശക്തമാക്കുകയും ചെയ്തു. എന്നാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ട് അവതരിപ്പിച്ച പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗങ്ങളിൽ 144 പേരാണ് അനുകൂലിച്ച് വോട്ട് ചെയ്തത്. ഫ്രാൻസ്, ബെൽജിയം, പോളണ്ട് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പ്രമേയത്തെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളും പാലസ്തീനെ അംഗീകരിക്കുന്നതിനെ അനുകൂലിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഈ അംഗീകാരം വഴിയൊരുക്കും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മനി സന്ദർശിച്ചു. 25 വർഷത്തിനിടയിൽ ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമാണ്. രാജകീയ സ്വീകരണമാണ് ജർമ്മനി നൽകിയത്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും സമ്പന്നമായ 2 രാഷ്ട്രങ്ങളാണ് ജർമ്മനിയും ഫ്രാൻസും. യൂറോപ്പിൻ്റെ ഐക്യത്തിനും സഹകരണത്തിനും വേണ്ടി ശക്തമായി വാദിക്കുന്നവരാണ് ഈ 2 രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ. ഉക്രൈനിനെ സഹായിക്കാനായി നാറ്റോയുടെ സൈന്യത്തെ അയക്കുന്നതിനെ എതിർക്കില്ല എന്ന് ഈ അടുത്ത കാലത്ത് ഫ്രാൻസ് പരസ്യമായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിനോട് ജർമ്മനി യോജിച്ചില്ല. അമേരിക്കയുടെ സ്വാധീനത്തിൽ നിന്നും മോചനം നേടാനായി യൂറോപ്പിലെ രാജ്യങ്ങൾ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തണം എന്ന മാക്രോണിൻ്റെ നിർദ്ദേശത്തോട് ജർമ്മനിയുടെ പ്രതികരണം അനുകൂലമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഈ 2 രാജ്യങ്ങളും അകലുന്നു എന്നൊരു ധാരണയാണ് പലർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ 3 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിനൊടുവിൽ യൂറോപ്പിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കും എന്നാണ് നേതാക്കൾ പ്രഖ്യാപിച്ചത്. പുരുഷന്മാരുടെ സ്വഭാവമാറ്റങ്ങൾ പഠിക്കാനായി ഒരു പാർലമെൻ്ററി സെക്രട്ടറിയെ നിയമിച്ചു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന സംസ്ഥാനത്താണ് ഈ പരീക്ഷണം നടത്തുന്നത്. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഓരോ വർഷം കഴിയുമ്പോഴും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മിക്ക കേസുകളിലും പ്രതി ഒപ്പം താമസിക്കുന്നവരോ നേരത്തെ താമസിച്ചിരുന്നവരോ അടുത്തറിയുന്നവരോ ആയ പുരുഷന്മാരാണ്. ഇതിനെ ദേശീയ ദുരന്തം എന്നാണ് പ്രധാനമന്ത്രി അൽബാനിസ് വിശേഷിപ്പിച്ചത്. ശക്തമായ നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. എന്നിട്ടും ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് സർക്കാരിൻ്റെ വീഴ്ചയായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത്. പുരുഷന്മാരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം പരിശോധിക്കാനാണ് പാർലമെൻ്ററി സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ചിലപ്പോഴെങ്കിലും ഒരു സാമൂഹിക വിപത്തായി മാറുന്നു എന്നത് പലരും തിരിച്ചറിയുന്നില്ല. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ജൂലൈ 29 ശിക്ഷ വിധിക്കും. പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായും കോടതി വിലയിരുത്തി. നീല ചലച്ചിത്രങ്ങളിലെ നടിയായ സ്റ്റോമി ഡാനിയൽസുമായി തനിക്കുള്ള ബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ ഈ നടിക്ക് കോടികൾ നൽകി എന്നാണ് ആരോപണം. 2016 തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് കോടികൾ നൽകി ഈ നടിയെ നിശബ്ദയാക്കിയത്. പണം നൽകിയ വിവരം പുറത്താകാതിരിക്കാൻ കണക്കുകളിൽ കൃത്രിമം കാട്ടി. അമേരിക്കയുടെ ഒരു മുൻ പ്രസിഡന്റ് ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. ഈ വർഷം നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം
റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഈ വിധി ഒരു തടസ്സമാവില്ല. ഒരിക്കൽ പ്രസിഡന്റായിരുന്ന ആളും ഇനിയും പ്രസിഡന്റാകാൻ സാധ്യതയുള്ള ഡൊണാൾഡ് ട്രംപ് വലിയ ഒരു സമ്പന്നനാണ്. എന്നാൽ ഇതൊന്നും ശിക്ഷിക്കുന്നതിന് ഒരു തടസ്സമായില്ല. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.